ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരൻ പാർട്ടി വിടില്ലെന്ന സൂചന നൽകി CPM ജനറൽ സെക്രട്ടറി MA ബേബി ജി സുധാകരനുമായി മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ടെന്നും സുധാകരനെ ഉപയോഗപ്പെടുത്തുന്നതിൽ പോരായ്മ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും MA ബേബി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വാക്കുകളിലേക്ക്. സുധാകരൻ എന്ന് പറയുന്നത് ഞാനെല്ലാം വരുമ്പം വിദ്യാർത്ഥി രംഗത്ത് എൻ്റെ നേതാവായിരുന്നു, പാർട്ടിയിലേക്ക് വരുമ്പോൾ എൻ്റെ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ സംഘടനാ തത്വങ്ങൾ, പാർട്ടിയുടെ അച്ചടക്കം, എങ്ങനെ സ്വന്തം കാര്യങ്ങളെക്കാൾ പാർട്ടിയുടെയും നാടിൻ്റെയും താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ജി സുധാകരൻ ഉൾപ്പെടെയുള്ളവർ എന്നെപ്പോലുള്ളവരെ പഠിപ്പിച്ചിട്ടുള്ളത് പാർട്ടിക്ക് വേണ്ടി, പാർട്ടിക്ക് വിധേയമായ അവസാനം വരെ നിൽക്കണമെന്നാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലുള്ള ചില പ്രശ്നങ്ങളുണ്ടാകാം. അതെല്ലാം പാർട്ടി ചർച്ച ചെയ്ത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷയും അദ്ദേഹത്തോട് സംസാരിക്കും. പിണറായി വിജയൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതെല്ലാം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കുമെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ പട്ടികയിൽ പിണറായിയുടെ പേരുണ്ടെന്ന് ബേബി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നിങ്ങളോട് പറയാൻ കഴിയും, പിണറായി വിജയന് ഇളവ് കൊടുത്ത് പിണറായി വിജയൻ മത്സരിച്ച മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണമെന്നുള്ള പ്രപ്പോസലാണ് സംസ്ഥാന കമ്മിറ്റി പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും ഈ പറഞ്ഞ ധർമ്മടം അസംബ്ലി മണ്ഡലം കമ്മിറ്റിയിലും പോകും. അപ്പോൾ അതിനകത്ത് സംസ്ഥാന കമ്മിറ്റി ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. ആ പേര് സംസ്ഥാന കമ്മിറ്റി ധാരണയിലെത്തിയിട്ടുണ്ട്. അത് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിലെ LDFിൻ്റെ പ്രചരണം നയിക്കുന്നത് പിണറായി വിജയനായിരിക്കുമെന്ന് നേരത്തെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ഇപ്പോൾ സ്ഥാനാർത്ഥി ആയിക്കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകുമെന്ന് ഇപ്പോഴാണ് പ്രപ്പോസൽ വന്നിട്ടുള്ളത്. അത് ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ 13-ാം തീയതിയോ 14-ാം തീയതി അന്തിമമായിട്ട് തീരുമാനിച്ചു. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ എതിർപ്പ് ഉയർന്നിട്ടില്ലെന്നും ബേബി കൂട്ടിച്ചേർത്തു. അതുകൂടി ജില്ലാ കമ്മിറ്റി എതിർപ്പ് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് എവിടുന്നോ നിങ്ങളെ കൊണ്ട് അബദ്ധം ചെയ്യിക്കാൻ താല്പര്യമുള്ളവർ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് നിങ്ങൾ എഴുതുന്നതാണ്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല. കാരണം ജില്ലാ കമ്മിറ്റി അത് ചർച്ച ചെയ്തിട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. ജില്ലാ കമ്മിറ്റി ഇനി കൂടാണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളിൽ തന്നെ വസ്തുതാപരമായ പ്രശ്നമുണ്ട്. കേരളത്തിൽ എതിർപ്പില്ല. അതിനകത്തൊരു എതിർപ്പില്ല. എതിർപ്പ് പറഞ്ഞു വരുന്നതാണ്. അരുൺ ശങ്കറാണ് സംസാരിച്ചത്. MA ബേബി. അരുൺ ശങ്കർ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, വിവിധ വിഷയങ്ങളുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടത് ജി സുധാകരനെ അനുനയിപ്പിക്കുക എന്ന ഒരു ഭാരിച്ച ദൗത്യം, അത് ഒരു സാധ്യമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ പാർട്ടിയുടെ നീക്കങ്ങൾ എങ്ങനെ നടന്നു? ഏറ്റവും ഒടുവിൽ CS സുജാത നേരിട്ട് എത്തുന്നുണ്ട്. അവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി വിളിക്കുന്നു. നേരത്തെ ഗോവിന്ദൻ തന്നെ സംസാരിച്ചു. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് സുധാകരന്റെ മനസ്സ് മാറുന്നുണ്ട് എന്ന് ഒരു സന്ദേശം കിട്ടിയിട്ടുണ്ടോ MA ബേബിക്ക്? അത്തരത്തിലൊരു സന്ദേശം MA ബേബി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ സുധാകരനെ വിട്ടുകളയില്ല എന്നൊരു നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത്. അക്കാര്യമാണ് ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച വ്യക്തിയാണ് ജി സുധാകരൻ. അദ്ദേഹം തന്നെയാണ് തന്നോട് പറഞ്ഞിട്ടുള്ളത് പാർട്ടിക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കണം, അത് അല്ലെങ്കിൽ ജീവിത അവസാനം വരെ പാർട്ടിക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് എങ്ങും പോകില്ല. അദ്ദേഹത്തിന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നാണ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയത്. അത് മാത്രമല്ല, സംസ്ഥാന സെക്രട്ടറിയെ കൂടാതെ മുഖ്യമന്ത്രി കൂടി ജി സുധാകരനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നൊരു സ്ഥിരീകരണം കൂടി ജനറൽ സെക്രട്ടറി നൽകുന്നുണ്ട്. അതായത് സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ സുധാകരൻ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടും, അത് പരിഹരിക്കപ്പെടും, സുധാകരനെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകും. ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൂടി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ MA ബേബി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, അരുൺ ശങ്കറിനോടാണ് MA ബേബി സംസാരിച്ചത്.